ഫാമിലി സിനിമയാണ്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കറക്റ്റ്. ഫാമിലി, ഇതൊരു പ്രോപ്പർ ഫാമിലി സിനിമ തന്നെയാണ്, അതിന് സംശയമില്ല. ഇത്ര ആക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ ഹ്യൂമറൊക്കെ ആരെയും ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഹ്യൂമറൊന്നുമല്ല. തീർച്ചയായിട്ടും അതൊരു ഫാമിലി കോമഡി എൻ്റർടൈനർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 100%. അതിലൊരു സംശയം. അപ്പം ബാക്കിയുള്ള എല്ലാവർക്കും നല്ല പ്രായമുണ്ട് മോനെ. ബേസിൽ മാത്രമാണ് പ്രായമില്ലാത്തത്. അല്ല, അതൊരു കോംപ്ലിമെന്റ് കൊടുത്തതാണ് ബേസിലിന്. അത് ഞങ്ങളും സമ്മതിച്ചത്. എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചത്. ഇനി ഞങ്ങളൊക്കെ വേറെ ഒരു ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഓടി വന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ സിനിമ ഒരു വൻ വിജയമാക്കി തീർക്കാൻ നിങ്ങളുടെ ഭാഗത്തുള്ള ശ്രമം വളരെ വലുതാണ്. അത് ഇത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ട് പ്രേക്ഷകർക്ക് ഈ സിനിമ കാണണം എന്നൊരു തോന്നലുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രചാരണം നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം എന്നുള്ള അഭ്യർത്ഥനയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ബേസിലും ഞാനൊരു ക്വാളിറ്റി കാണുന്നുണ്ട്. എനിക്ക് പുതിയ ജനറേഷൻ പിള്ളേർക്ക് ഒരുമാതിരി എല്ലാവർക്കും തന്നെ അതുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എല്ലാവർക്കും ഇല്ല, ചിലർ ഭയങ്കര ഇൻസെക്യൂറാണ്. അപ്പം ബേസിലും ഞങ്ങളുടെ സംസാരത്തിൽ ബേസിലും ചില ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആസിഫും ബേസിലും ഒക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം. ഇവരെ തന്നെ ആസ് ആൻ ആക്ടർ ഞങ്ങൾക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടാവണം. അതെന്ത് വലുത് ചെറുത് അല്ലെ പോസിറ്റീവ് നെഗറ്റീവ് അതൊന്നുമല്ല, പെർഫോം ചെയ്യാനുണ്ടാവണം എന്ന് പറയുന്നതാണ്. അപ്പം ആ ഒരു കാറ്റഗറിയിൽ ഈ പറഞ്ഞ പോലെ ഇതുവരെ ഡയറിങ് അറ്റംപ്റ്റ് എടുത്തിട്ടില്ല, പക്ഷെ എടുക്കും ഭാവിയിൽ എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതൊന്നും ഞാനങ്ങനെ പൊതുവെ അളക്കുന്നല്ല. പക്ഷേ വളരെ നമ്മളെ ഒരാൾ അട്രാക്ട് ചെയ്യുമെന്ന് പറയില്ല, ചില ആക്ടേഴ്സിന് ആ പവർ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ ലെജൻഡറി ആക്ടേഴ്സ് ഇവിടെ ഇരിക്കുന്നതിൽ ഉൾപ്പെടെ നമുക്ക് ആ പവർ ഫീൽ ചെയ്യുന്നത് പ്രേക്ഷകരായ നമുക്ക് ആ ഒരു മാഗ്നറ്റിക് പുള്ള് ബേസിൽ സ്ക്രീനിൽ വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറ്. ബേസിൽ പല സമയത്ത് എന്നോട് അദ്ദേഹത്തിൻ്റെ ചോയ്സുകളിൽ റെപ്പറ്റീഷൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഇൻസെക്യൂരിറ്റി അല്ല, കൺസേൺ അത് ഏതൊരു ആക്ടർക്കും വേണമല്ലോ. പക്ഷെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഇപ്പോൾ ജാനേമനിലെ ജോയ്മോനും ജയകയിലെ രാജേഷും പാലത്ത് വരുമ്പോഴും എല്ലാത്തിനും ടോട്ടാലിറ്റി നോക്കുമ്പോൾ വേറൊരാളാണ്. തീർച്ചയായിട്ടും നുണക്കുഴി വരുമ്പോഴും എബി എന്ന് പറഞ്ഞ ആളും വേറെ തന്നെ ആയിരിക്കും. ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഞാൻ വളരെ ആസ്വദിക്കുന്ന, ഇപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും മലയാളികൾക്കുള്ളൊരു സന്തോഷമുണ്ടല്ലോ, ബേസിലിനെ കാണുമ്പം ആ ചിരി കേൾക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ തോന്നും. അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. writer KK. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.